ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി പുഷ്പ 2 നാളുകളാണ്. ലോകമെമ്പാടുമായി നാളെ ഡിസംബർ 5 ഈ സിനിമ തിയേറ്ററിലെത്തുന്നതെങ്കിലും നിലവിൽ ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ പുരോഗമിക്കുകയാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ എന്നിവർ അഭിനയിച്ച് സുകുമാർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 150 കോടിയോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. 600-700 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 600 കോടി രൂപയ്ക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോകമെമ്പാടുമായി 1200 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഈ സിനിമ നേടിയെടുക്കേണ്ടത്. കേരളത്തിൽ 500-ലധികം തിയേറ്ററുകളിലായി 600ഓളം സ്ക്രീനുകളിലാണ് ഈ സിനിമ നാളെ പ്രദർശനത്തിനെത്തുന്നത്. കേരള പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ വൈകിട്ട് 6 മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം 3 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. പുഷ്പ 2 രാത്രി 9 മണി വരെയുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 3 കോടി 20 ലക്ഷത്തോളമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരുന്ന തെലുങ്ക് സിനിമ പ്രഭാസ് നായകനായ കൽക്കി 2098 AD എന്ന സിനിമയായിരുന്നു. 2 കോടി 90 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ. ആ സിനിമയുടെ കളക്ഷൻ റെക്കോർഡാണ് അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂൾ ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 80,000-ഓളം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന ഈ സിനിമയുടെ കേരളത്തിലെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ 4 മണിക്കാണ്. ആന്ധ്ര, തെലങ്കാനയിലും കർണാടകയിലും ഇന്ന് രാത്രി 9:30 പ്രദർശനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള ആദ്യ അഭിപ്രായങ്ങൾ ഇന്ന് രാത്രിയോടെ തന്നെ പുറത്തു വരുന്നതാണ്. മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്, ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റി എന്നിങ്ങനെ 2 സിനിമകളുടെ ടീസർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഗോകുൽ സുരേഷ്, ലെന സിദ്ദീഖ്, വിജയ് ബാബു, വിജയ് വെങ്കടേഷ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇന്നിറങ്ങിയ ടീസറിൽ ടൈറ്റിൽ കഥാപാത്രമായ മമ്മൂട്ടിയും ഗോകുൽ സുരേഷും മാത്രമാണ് ഉള്ളത്. ഒരാളെ എങ്ങനെ അടിക്കണം, ഇടിക്കണം, എങ്ങനെ നേരിടണം എന്ന് ഗോകുൽ സുരേഷിന് മമ്മൂട്ടി ക്ലാസ് കൊടുക്കുന്നതാണ് 1 മിനിറ്റ് 17 സെക്കൻഡുള്ള ടീസറിൽ കാണിക്കുന്നത്. ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റിയിലേക്ക് വന്നാൽ ആക്ഷനും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ നിറഞ്ഞ ത്രില്ലർ സിനിമ. 1 മിനിറ്റ് 41 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ടീസറിൽ ടോവിനോ തോമസിനൊപ്പം തൃഷ, വിനയ് റായി, മഡോണ സെബാസ്റ്റ്യൻ, അജു വർഗീസ്, സൈജു കുറുപ്പ് എന്നിങ്ങനെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഗോകുലം മൂവീസ് വിതരണം ഏറ്റെടുത്തിട്ടുള്ള ഈ സിനിമ 2 പേർ ചേർന്നാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അഖിൽ പോൾ, അനസ് ഖാൻ എന്നിങ്ങനെ. ദുൽഖർ സൽമാൻ നായകനായി വെങ്കി അല്ലൂരി തിരക്കഥഴി സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 ദീപാവലി റിലീസായി തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ലക്കി ഭാസ്കർ. 30 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഔദ്യോഗിക കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 122 കോടി രൂപയും വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം 112 കോടി രൂപയുമാണ് കളക്ട് ചെയ്തത്. ചിത്രം തിയേറ്ററിൽ 28 ദിവസം പൂർത്തിയാക്കി 29ാം ദിവസം നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിൽ നമ്പർ 1 ട്രെൻഡിംഗ് ആണ് ലക്കി ഭാസ്കർ കാണിക്കുന്നത്. 2024 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യപ്പെട്ട 10 സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ 1ാം സ്ഥാനത്താണ് ലക്കി ഭാസ്കർ. 10ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ 2 1.7 മില്യനും 9ാം സ്ഥാനത്തുള്ള മെയ്യഴകൻ 1.9 മില്യനും 8ാം സ്ഥാനത്തുള്ള ദേവര 2.2 മില്യനുമാണ്. 2.5 മില്യനുമായി സരിപ്പോത ശനിവാരം 7ാം സ്ഥാനത്തും 3.1 മില്യൺ വ്യൂസുമായി അന്നപൂർണി 6ാം സ്ഥാനത്തുമാണ്. 5ാം സ്ഥാനത്തുള്ള ഗുണ്ടൂർക്കാരം 3.1 മില്യൺ വ്യൂസാണ് ഉള്ളത്. 4ാം സ്ഥാനത്തുള്ള മഹാരാജ 3.2 മില്യണും 3ാം സ്ഥാനത്തുള്ള ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം 3.8 മില്യനുമാണ്. 2ാം സ്ഥാനത്തുള്ളത് കൽക്കി 2898 AD എന്ന പ്രഭാസ് ചിത്രമാണ്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനാണ് 4.5 മില്യൺ വ്യൂസ് ഉള്ളത്. കഴിഞ്ഞ വാരം റിലീസ് ചെയ്യപ്പെട്ട ലക്കി ഭാസ്കർ 5.1 മില്യൺ വ്യൂസാണ് നെറ്റ്ഫ്ലിക്സിന് നേടിക്കൊടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.